ഹായ് ഓൾ, വെൽക്കം ടു എക്സാം വൈ ക്ലാസ് 9. സോ ISRO നടത്തുന്ന യുവിക എന്ന് പറയുന്ന എക്സാമിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? സോ യുവിക എഴുതിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ യുവിക ക്വാളിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ബെനിഫിറ്റ് അല്ലേ? നമ്മൾ ചിന്തിക്കുക നമുക്ക് എന്താണ് ഈ ഒരു എക്സാം എഴുതിയാൽ ബെനിഫിറ്റ് എന്നായിരിക്കും നമ്മൾ ചിന്തിക്കുക. സോ എക്സാം വൈയുടെ സ്വപ്ന ചിറകുകളേറി കുറച്ച് മിടുക്കർ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ISRO നടത്തിയിട്ടുള്ള യുവിക എക്സാംസ് ക്വാളിഫൈ ചെയ്തിട്ട് ISROയിൽ 2 വീക്സ് ക്യാമ്പ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അവരുടെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത്. മിടുക്കർ ആരൊക്കെയാണ് നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു വീഡിയോയിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്കൊരു ചെറിയൊരു ഐഡിയ ISRO യുവിനെ കുറിച്ച് ചെറിയൊരു ഐഡിയ നിങ്ങൾക്ക് തരാൻ ഉദ്ദേശിക്കുന്നു. നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ ഓൾറെഡി നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു വീഡിയോസൊക്കെ ഒന്ന് വാച്ച് ചെയ്ത് നോക്കാം. ചെറിയൊരു വീഡിയോ കൂടി അല്ലെങ്കിൽ ചെറിയൊരു ഡീറ്റെയിൽ ഞാൻ പറഞ്ഞുതരാണ്. ക്ലാസ് 9th സ്റ്റുഡൻസിന് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമാണ് യുവിക എന്ന് പറയുന്ന എക്സാം. മെറിറ്റ് ബേസ്ഡ് ആയിട്ടായിരിക്കും അതിൽ ക്വാളിഫിക്കേഷൻ നമുക്ക് കിട്ടുക. അതുപോലെ തന്നെ നമുക്ക് ക്വാളിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 2 വീക്സ് സമ്മർ ട്രെയിനിങ് ക്യാമ്പ് ISROയിൽ വെച്ച് നടക്കുന്ന സമ്മർ ക്യാമ്പിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അതിൽ ഏജ് ക്രൈറ്റീരിയ ഉണ്ട്. 12 to 14 ഇയേഴ്സ് ആണ് നമ്മുടെ ഏജ് ക്രൈറ്റീരിയ വരുന്നത്. ഫോർ സ്റ്റുഡൻസ് ഇൻട്രസ്റ്റഡ് ഇൻ സ്പേസ് സയൻസ്, അതായത് പ്യുവർലി സ്പേസ് സയൻസിൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിനാണ് കുറച്ചുകൂടി നന്നായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, ഈ ഒരു ക്യാമ്പ് കാര്യങ്ങളൊക്കെ നന്നായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റുക. സോ നിങ്ങൾ സ്പേസ് സയൻസിൽ നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണ്, നിങ്ങൾ ഭൂമിയുടെ പുറത്തും അതുപോലെ തന്നെ സ്പേസിനെ കുറിച്ചൊക്കെ നല്ല രീതിയിൽ നിങ്ങൾ തിങ്ക് ചെയ്യുന്ന ആളുകളാണ്, അതുപോലെ തന്നെ അതിൽ കൂടുതലായിട്ട് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എഴുതാൻ പറ്റുന്ന ഒരു എക്സാമാണ് നമ്മുടെ യുവിക എന്ന് പറയുന്ന എക്സാം. സോ യുവികക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്രൈറ്റീരിയകളുണ്ട്. ഓൺലൈനായിട്ട് ക്വിസ് ഉണ്ട്. ക്വിസിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പാറ്റേൺസും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടില്ല വീഡിയോ നിങ്ങൾക്ക് ഓൾറെഡി നമ്മുടെ ചാനലിൽ കാണാൻ പറ്റും. സോ ആ വീഡിയോ ഒക്കെ എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് കണ്ടു നോക്കുക. അതുപോലെ തന്നെ ISRO യങ് സയൻറ്റിസ്റ്റ് പ്രോഗ്രാം എന്നാണ് യുവിക എന്ന് പറയുന്നത്. സോ യങ് ആയിട്ടുള്ള സയൻറ്റിസ്റ്റുകളെ നമ്മൾ യുവിക എന്ന് പറയുന്ന എക്സാമിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, ISRO സെലക്ട് ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു സെലക്ഷൻ പ്രോസസ്സാണ് എന്ത് യുവിക എന്ന് പറയുന്ന എക്സാം. സോ ഈ വർഷത്തെ നമ്മുടെ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 27 ഫെബ്രുവരി മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ചാനലിൽ ഓൾറെഡി കാണാൻ പറ്റും. എങ്ങനെയാണ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക ഈ യുവിക എക്സാമിനെ കുറിച്ച്, അപ്പോൾ നിങ്ങൾക്ക് അത് കാണാൻ പറ്റും. ഓക്കെ, സോ നിങ്ങൾ എന്ത് ചെയ്യുക, ചാനൽ ചെക്കൗട്ട് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ എന്ത് ചെയ്യുക, എനേബിൾ ചെയ്ത് വെക്കുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പുതിയ വീഡിയോകൾ വരുന്ന സമയത്ത് യുവിക റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോകളൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുള്ളൂ. ഓക്കെ, സോ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു കാര്യം തീർച്ചയായിട്ടും മനസ്സിലാക്കുക. സോ നമുക്ക് എന്ത് ചെയ്യാം, ആ മിടുക്കരെ ഒന്ന് കണ്ടു നോക്കാം അല്ലേ? മിടുക്കർ ആരായിരുന്നു നമുക്ക് നോക്കാം. സോ നിങ്ങൾക്ക് അവർ അറ്റൻഡ് ചെയ്തിട്ടുള്ള കുറച്ച് വീഡിയോസ് ഫോട്ടോസാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. സോ അവർ ക്യാമ്പ് അറ്റൻഡ് ചെയ്തിട്ടുള്ള ഫോട്ടോസാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. സോ നമ്മൾ എക്സാം വൈയിൽ നിന്ന് പോയിട്ടുള്ള കുറച്ച് മിടുക്കരാണ്. നമ്മൾ കഴിഞ്ഞ വർഷം പോയിട്ടുള്ളത് ഫാത്തിമ ആണ്, ISROയിലേക്ക് പോയിട്ടുള്ള ഫാത്തിമ AP. നമ്മൾ ഫൗണ്ടേഷൻ സ്റ്റുഡൻ്റ് ആയിരുന്നു 2 വർഷം. അതിന് മുന്നത്തെ 2 വർഷത്തിനടുക്ക് നമുക്ക് 6 പേര് പോയിട്ടുണ്ടായിരുന്നു. ഫഹ്മി, അതുപോലെ തന്നെ ഫാത്തിമ നിദ, മുഹമ്മദ് ഫിസ്ലിൻ, അതുപോലെ തന്നെ ദിൽഫ, ഇഷ ഷെരീഫ്, അതുപോലെ തന്നെ പൂജ ലക്ഷ്മി. ഇവരായിരുന്നു കഴിഞ്ഞ 3 വർഷങ്ങളിലായിട്ട് ISRO യുവിക ക്യാമ്പുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എക്സാം വൈയിൽ നിന്ന് പോയിട്ടുള്ള സ്റ്റുഡൻസ്. സോ അവർ പോയിട്ടുള്ള കുറച്ച് ഫോട്ടോസ് കൂടി എന്ത് ചെയ്യാം, ഞാൻ നിങ്ങൾക്ക് മുന്നിൽ കാണിച്ചു തരാം. സോ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഒരു ഇത്രയധികം, അതായത് ഇന്ത്യയിലെ ബെസ്റ്റ് സയൻസ് എന്തൂസിയാസ്റ്റുകൾ അല്ലെങ്കിൽ സ്പേസ് സയൻസുമായിട്ടുള്ള എന്തൂസിയാസ്റ്റ് ആയിട്ടുള്ള സ്റ്റുഡൻസിൻ്റെ ഒരു ബഞ്ച് ഓഫ് സ്റ്റുഡൻസ് ആണ് നിങ്ങൾക്ക് ഈ ഒരു പിക്ചറിൽ കാണാൻ പറ്റുന്നത്. സോ നിങ്ങൾക്ക് കാണാൻ പറ്റും, അതായത് നമുക്ക് ഒരു സ്പേസുമായിട്ട് അത്രയും പാഷനേറ്റ് ആണ്, അത്രയും ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നമുക്ക് അത്രയും ഇൻവോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാമ്പ് കൂടിയായിരിക്കും നമ്മുടെ യുവിക ക്യാമ്പ് എന്ന് പറയുന്നത്. സോ യുവിക ക്യാമ്പിലെ നമ്മളെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് നമുക്ക് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സ്പേസ് സയൻറ്റിസ്റ്റുകളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനും അവരുടെ സെഷൻസ് അറ്റൻഡ് ചെയ്യാനൊക്കെ നമുക്ക് പറ്റും. സോ നിങ്ങൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഒരിക്കലും എന്ത് ചെയ്യരുത്, നിങ്ങൾ മിസ് ഔട്ട് ചെയ്യരുത്. സോ നിങ്ങൾ തീർച്ചയായിട്ടും യുവിക, നിങ്ങൾ 9th ക്ലാസ്സിലാണ് പഠിക്കുന്നതെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, യുവിക എന്തായാലും ആ ഒരു യുവിക എന്ന് പറയുന്ന എക്സാമിൽ നിങ്ങൾ എന്ത് ചെയ്യുക, പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ നോക്കുക. സോ നിങ്ങൾക്ക് കാണാൻ പറ്റും യുവിക ക്യാമ്പ് അറ്റൻഡ് ചെയ്തുള്ള സ്റ്റുഡൻസിൻ്റെ ഫോട്ടോസാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. സോ ഈ ഒരു ഫോട്ടോസൊക്കെ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇന്ത്യയിലെ ബെസ്റ്റ് സ്റ്റുഡൻസ്, അതെ അത്രയും നമുക്ക് അത്രയും ഇൻസ്പിറേഷൻ ആവുന്ന ഒരു സ്പേസ് ആണ് എന്ത് ISRO എന്ന് പറയുന്നത്. സോ ISROയിൽ എത്താന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തരുടെയും ഡ്രീം ആയിരിക്കും അല്ലേ? സോ ആ ഡ്രീമിലേക്ക് എത്തിയിട്ടുള്ള കുറച്ച് സ്റ്റുഡൻസ് ആണ് അതിന് മുന്നിൽ നിന്ന് ഫോട്ടോകളൊക്കെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ഇവിടെ കാണാൻ പറ്റുന്നത്. സോ ഈ ഒരു കാര്യം എന്ത് ചെയ്യുക, നിങ്ങൾ മനസ്സിലാക്കി വെക്കാം. സോ അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത് യുവിക മാത്രമല്ല, നമുക്ക് ഒരുപാട് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് എക്സാംസ് എന്തുണ്ട് നമ്മുടെ മുന്നിലുണ്ട്. ഒളിമ്പ്യാഡ് പോലെയുള്ള എക്സാംസ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇനി
നമ്മൾ ഒരു 10 കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ +1 +2 ക്ലാസ് 11 12 ഒക്കെ എത്തുന്ന സമയത്ത് നമുക്ക് വളരെയധികം പ്രയാസത്തോടെ വരുന്ന ഒരുപാട് എക്സാമുകൾ വരുന്നുണ്ട്. അതായത് JEE പോലെ, നീറ്റ് പോലെ, അതുപോലെ തന്നെ നമ്മൾ CUT പോലെയുള്ള ഒരുപാട് എക്സാമുകൾ എന്തുണ്ട് നമ്മൾ മുന്നിൽ ഇനി വരാനുണ്ട്. അതുപോലെ തന്നെ IOQM പോലെയുള്ള ഇന്ത്യയിലെ ബെസ്റ്റ് ആയിട്ടുള്ള മാത്തമാറ്റിക്സിൽ സ്കില്ലുള്ള സ്റ്റുഡൻസ് എഴുതുന്ന ഒളിമ്പ്യാഡ്സ് ഉണ്ട്. അതുപോലെ തന്നെ NSCGS സയൻസിൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള സ്റ്റുഡൻസ് എഴുതുന്ന, സയൻസിൽ അത്രയും ഹയർ ലെവലിൽ തിങ്ക് ചെയ്യുന്ന സ്റ്റുഡൻസ് എഴുതുന്ന NSCGS, അതുപോലെ തന്നെ നാഷണൽ സയൻസ് എക്സാമിനേഷൻ പോലെയുള്ള എക്സാമുകളുണ്ട്. സോ ഇതിനൊക്കെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ, നിങ്ങൾ ഇതിനൊക്കെ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു ബെറ്റർ ഓപ്പർച്യൂണിറ്റി ആയിരിക്കും നമ്മളെ ഫൗണ്ടേഷൻ പ്രോഗ്രാം. 6 മുതൽ, അതായത് ക്ലാസ് 6 മുതൽ 10th വരെയുള്ള സ്റ്റുഡൻസിന് കണ്ടക്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ അവർക്ക് എക്സ്ക്ലൂസീവായിട്ട് ചെയ്തിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് ഫൗണ്ടേഷൻ പ്രോഗ്രാം എന്ന് പറയുന്നത്. സോ ഫൗണ്ടേഷൻ പ്രോഗ്രാമിൽ നമ്മൾ മെയിൻലി സയൻസ് ആൻഡ് മാത്സ് പോലെയുള്ള വിഷയങ്ങളാണ് നമ്മൾ മേജർലി നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഫാക്കൽറ്റീസ് എന്ന് പറയുന്നത് നമ്മൾ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ക്വാളിഫൈ ചെയ്തിട്ട്, അത് പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ള ആളുകളാണ് നമ്മൾ ഫാക്കൽറ്റീസ് ആയിട്ട് വരുന്നത്. സോ നിങ്ങൾക്ക് ഫാക്കൽറ്റീസിനെ എല്ലാവരും കാണാൻ പറ്റും, അവരെവിടേക്കാണ് പഠിച്ചിട്ടുള്ളതെന്നൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ നിങ്ങൾക്ക് ഫൗണ്ടേഷനിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു നമ്പർ നിങ്ങൾക്ക് കാണാൻ പറ്റും. 7561881133 എന്ന് പറയുന്ന നമ്പർ കാണാൻ പറ്റും. അതിൽ നിങ്ങൾ വിളിക്കുക, അല്ലെങ്കിൽ നമ്മുടെ വെബ്സൈറ്റും താഴെ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് യുവികയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഡൗൺ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളും ഈ പ്രാവശ്യം യുവിക എക്സാം എഴുതി നിങ്ങൾ ക്വാളിഫൈ ചെയ്ത് പോവും, അല്ലെങ്കിൽ ഈ ഒരു ISR ക്യാമ്പ് അറ്റൻഡ് ചെയ്യുന്ന നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, എനിക്ക് പറ്റും, ഐ വിൽ എന്ന് പറഞ്ഞിട്ടുള്ള എന്ത് ചെയ്യാം, നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നമുക്ക് എപ്പോഴും എന്ത് ചെയ്യാം, ഒരു ഡ്രീം ഉണ്ടായിരിക്കുക. ആ ഡ്രീം ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റുള്ളൂ. ഒരു ഗോൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അത് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. ആ ഗോൾ എന്ത് ചെയ്യാം, നമ്മൾ പ്ലാൻ ചെയ്തു പോവുക. സോ എല്ലാവർക്കും യുവികയ്ക്ക് ഒരു യുവിക എന്ന് പറയുന്ന എക്സാം ക്വാളിഫൈ ചെയ്യാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. സോ നമുക്ക് എന്ത് ചെയ്യാം, യുവികയുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന മറ്റുള്ള വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. സോ താങ്ക് യു ഓൾ ആൻഡ് ബൈ.